ഒരുപാട് അഭിനന്ദനം. എങ്ങനെ എങ്ങനെ സംസാരിക്കുന്നു, ആ സന്തോഷം പങ്കുവയ്ക്കുന്നു? ഒരുപാട് സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറയായിരുന്നു, നമുക്ക് സ്വപ്നം കാണുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് 3 നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്, ഇല്ല ആനന്ദ്, സ്വപ്നം കാണുന്നതിന് ഒരു പരിധിയില്ലാന്ന് നിങ്ങൾ തെളിയിക്കല്ലേ? അതെ അതെ, ഇതൊരു വല്ലാത്ത സന്തോഷമാണ്. വാക്കുകളില്ല. അതെ അല്ലെ, സെറീന നമ്മളോട് ഇപ്പൊ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ. വലിയ സന്തോഷം. ആ ക്രൂ മുഴുവൻ അല്ലേ, എനിക്ക് തോന്നുന്നു ആ സിനിമ എല്ലാവരുടെയും ഒരു നിങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്നെന്ന പോലെ ഒരു സിനിമ രൂപപ്പെട്ടു വന്നാണ്. കാരണം ഒരു വർക്ക്ഷോപ്പ് ഒക്കെ നടത്തി ഒരു നാടക സംഘത്തിന്റെ അതേ ഒരു ഫീലിംഗ്സോടുകൂടി ഒരു സിനിമ വരുന്നത്. എങ്ങനെയാണ് എല്ലാവരും ഈ ഒരു പുരസ്കാരത്തിലേക്കൊക്കെ നിങ്ങൾ അയക്കുമ്പോൾ അല്ലെ, നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരുന്നു? അതെ, അങ്ങ് പറഞ്ഞ പോലെ ഇതൊരു ആക്ച്വലി ഒരു സൗഹൃദത്തിന്റെ ഒരു വിജയമായിട്ടാണ് ആത്യന്തികമായിട്ട് ഇത് കാണുന്നത്. കാരണം എനിക്ക് ഇതിൽ 13 പേരിൽ സെറിനും ഷാലും ചേട്ടനും ഒഴിച്ച് ബാക്കി 11 പേരെ ഒരു 20-22 വർഷമായിട്ട് അറിയാം. അപ്പൊ വിനയ് ഫോർട്ടിന്റെ ഒരു ആശയത്തിൽ നിന്ന് വിനയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഇവരെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുമോ നിനക്ക്, ഇവരെയൊക്കെ സിനിമയിലോട്ട് എനിക്ക് കൊണ്ടുവരണം എന്നുണ്ട് എന്ന് പറയുന്ന വിനയുടെ ഒരു സതുദ്ദേശത്തിന്റെ മുകളിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, എല്ലാവരും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിനെയാണ് കിട്ടിയത്, ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്നത്. അദ്ദേഹം 3 അസോസിയേറ്റ്സ് ഒക്കെ പോലുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഈ സിനിമ അദ്ദേഹം കഥ പറയുകയും ഒരു 10 മിനിറ്റിനകത്ത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കുകയും, അങ്ങനെ മാത്രമല്ല പൈസ തരിക മാത്രമല്ല, ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ വരെയും ഉള്ള ഒരു ഫെസ്റ്റിവലിന് സബ്മിറ്റ് ചെയ്യാണ്. ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടി ഒരു നവാഗത സംവിധായകൻ എന്ന് പറയുന്നത് ഒരു അതിയായ ഭാഗ്യമുള്ള കാര്യമാണ്. ശരിയാണ് ശ്രീ ആനന്ദ് അത് പറഞ്ഞ, കാരണം ഇത് സ്ക്രിപ്റ്റ് ഇല്ലേ, ഡയലോഗുകളിലൂടെ തന്നെ കഥ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു കൊമേഴ്സ്യൽ രീതികളൊക്കെ വെച്ച് നോക്കി ഇത് കച്ചവടം പിടിക്കുമോ, തിയേറ്ററിൽ ഓടുമോ എന്നൊരു സംശയമൊക്കെ ഏതൊരു പ്രൊഡ്യൂസർക്കും തോന്നാം അല്ലേ? പക്ഷെ അങ്ങനെ നിങ്ങളുടെ വാക്കിൽ അദ്ദേഹം അങ്ങ് വിശ്വസിച്ച് വരുമ്പോൾ നിങ്ങൾക്കും ഒരു വല്ലാത്തൊരു അദ്ദേഹത്തോടൊരു സ്നേഹാടുപ്പവും വരുമല്ലോ. തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരു 10 മിനിറ്റിന്റെ സീൻ ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ പൈസയൊക്കെ കടമേടിച്ച് ഒരു 10 മിനിറ്റ് സീൻ ഷൂട്ട് ചെയ്തിട്ടാണ് ചെന്നത്. കാരണം അദ്ദേഹത്തെ 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ ഇപ്പൊ എനിക്ക് പണി അറിയാവുന്നോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടേഴ്സിന് അഭിനയിക്കാൻ അറിയാവുന്നോ മനസ്സിലാവാൻ പറ്റണം. അപ്പൊ ആ 10 മിനിറ്റ് കണ്ട ഉടനെ അദ്ദേഹം ചെയ്യാൻ റെഡിയായി എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിപ്പോ ഞാൻ പറയുന്ന ഒരു കൗതുകരമായ കാര്യമാണല്ലോ, ഷൂട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസറെ കാണിച്ച്. അത് കൊള്ളാം. അപ്പൊ ഏത് ഭാഗമാണ് ഷൂട്ട് ചെയ്തത് നിങ്ങൾ? അതിന്റെ ഒരു ഏറ്റവും ഞങ്ങൾ ആ റൗണ്ട് ടേബിളിലേക്ക് ഈ ക്രൈം വന്ന് അവതരിപ്പിക്കുന്ന എല്ലാ ആണുങ്ങളും കൂടെ ഇരുന്ന് ക്രൈം അവതരിപ്പിക്കുന്ന രംഗമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അല്ലെ ആനന്ദ്, അതിന് അത്തരം രംഗങ്ങളെല്ലാം ഇത് എഴുതുക നല്ല പാടുപെട്ട ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് ഉറപ്പാണ്. കാരണം അല്ലേ, ഒരു വരി പോലും ഒന്നുപോലും പാളാതെ ഇത് എത്ര സമയം കൊണ്ട് നേടിയെടുത്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ശരിക്കും? ഇത് ആക്ച്വലി ഒരു 4 മാസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. ഈ ഐഡിയ കിട്ടിയ അന്ന് പോലെ 4 മാസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. ഇതിനകത്ത് ഒരു സങ്കീർണ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ സീനിലും ഈ 13 പേരുള്ളത് കൊണ്ട് 13 പേരുള്ളത് കൊണ്ട് ഈ ഓരോ സീനിലും 13 കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറണമല്ലോ. ഈ 13 സൈക്കിളിലൂടെ നമ്മൾ പോകണം എന്നുള്ളത് ഒരു കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ ഇവരുടെ ഫോട്ടോ ഒക്കെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ. ആനന്ദ്, ഇപ്പോ ആനന്ദ് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ടിനെയും നമ്മൾ സത്യത്തിൽ നന്ദി പറയണം. കാരണം മലയാള സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടാൻ എത്രയോ ആളുകൾ കാത്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കലാകാരന്മാർക്കൊരു അല്ലെ ക്യാമറയുടെ മുന്നിൽ അവരെ കൊണ്ടുവരാൻ ഒരു വഴിയുണ്ടോ എന്ന് വിനയ് ഫോർട്ട് ചോദിക്കുന്നു. അതിന് ആനന്ദ് അതിനൊരു കാരണമാവുന്നു. ഏകദേശം അതാത് പേരുകളിൽ തന്നെ ആളുകളെ അവതരിപ്പിക്കുന്നു. അതൊരു വല്ലാത്ത ധൈര്യം കൂടി കേട്ടോ. ആനന്ദ് സമ്മതിച്ചേ പറ്റൂ. ആനന്ദിനെ ആ രീതിയിൽ കൂടി സമ്മതിക്കും. വല്ലാത്ത ധൈര്യമാണ്. സന്തോഷം. അല്ല, നിങ്ങളുടെ ടീം ഇനിയൊന്ന് കാണണ്ടേ? വീണ്ടും ആ ഒരു വർക്ക്ഷോപ്പ് മൂഡിൽ എല്ലാരും ഒന്ന് ഒത്തുചേരണ്ടേ ഈ സന്തോഷം ആഘോഷിക്കാൻ? എല്ലാരും പല സ്ഥലത്ത് ഇപ്പൊ എല്ലാരും കൂടെ ഒത്തുചേരാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആഘോഷിക്കണമല്ലോ. അതെ, തീർച്ചയായും. അല്ല, എന്താണ് അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക്? ഇപ്പൊ തരുണിനെ നമ്മൾ വിളിക്കുമ്പോൾ തരുണിന്റെ ഒരു മോഹൻലാൽ ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ തരുണിന്റെയും പ്രതീക്ഷകൾ മുകളിലേക്ക് വന്നു. ആനന്ദിലും ഇനി ആളുകളുടെ പ്രതീക്ഷ, ഇനി ആനന്ദ് ഏകശ്രീ എന്ന് കാണുമ്പോൾ കൊള്ളാമായിരിക്കുന്ന ആളുകൾ ചിന്തിക്കും. അടുത്ത സിനിമ ഒരു ലവ് സ്റ്റോറിയാണ്. അതിന്റെ എഴുത്ത് നടക്കുന്നു. ഒരു പകുതി വഴിയായിട്ടുള്ളൂ. അപ്പൊ ഒന്നും അങ്ങനെ സോളിഡ് ആയിട്ടൊന്നും പറയാറായിട്ടില്ല. പകുതി വഴിയായിട്ട് എന്താണ് ഈ പ്രണയം എന്താണെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണ് അടുത്തത്. ഓഹോ, അപ്പൊ ഒരു നുണയും ചതിയും എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി ഒന്ന് പ്രേമത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണല്ലേ? കൊള്ളാം ആനന്ദ്, എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കാൻ. ഒരുപാട് പേരെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ഒരു മനോധൈര്യം, ആത്മവിശ്വാസം, അതുകൂടി തീർച്ചയായും കൈയ്യടി അറിയിക്കുന്നതാണ്. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു ആനന്ദ്.